നിത്യജീവിതത്തിന്റെ ഭാഗമാണ് വാട്സ്ആപ്പ്. ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ മുതൽ ഔദ്യോഗിക രേഖകൾ വരെ കൈമാറുന്ന ഈ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാം. കേവലം ഒരു വ്യക്തിയല്ല, ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് മെറ്റ എന്ന വമ്പൻ കമ്പനിക്ക് നേരെയുണ്ടായ കടുത്ത പരാമർശമാണിത്. എന്താണ് വാട്സ്ആപ്പും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ പോരാട്ടം? എന്തുകൊണ്ടാണ് ഉപഭോക്താക്കളുടെ സ്വകാര്യതയേക്കാൾ ഉപരിയായി ഗവൺമെന്റ് മെസ്സേജുകളുടെ ഉറവിടം ചോദിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. വാട്സ്ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ്. അതായത് സന്ദേശം അയക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും അല്ലാതെ വാട്സ്ആപ്പിന് പോലും അത് വായിക്കാൻ കഴിയില്ല. എന്നാൽ 2021 പുതിയ IT നിയമപ്രകാരം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതോ ആയ സന്ദേശങ്ങളുടെ ആദ്യ ഉറവിടം ആരെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ കമ്പനി അത് നൽകണം. ഇവിടെയാണ് വാട്സ്ആപ്പ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഈ നിയമം നടപ്പിലാക്കണമെങ്കിൽ തങ്ങളുടെ എൻക്രിപ്ഷൻ സംവിധാനം തകർക്കേണ്ടി വരുമെന്നാണ് കമ്പനിയുടെ വാദം. അത് ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണിയാകുമെന്നും കമ്പനി പറയുന്നുണ്ട്. ഈ കേസ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പരിഗണനയിൽ എത്തിയപ്പോഴായിരുന്നു നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായത്. വാട്സ്ആപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത നിബന്ധനകളാണ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് വ്യക്തമാക്കിയ കാര്യം ഇതാണ്: ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. ഒരു വിദേശ കമ്പനിക്ക് തങ്ങളുടെ പോളിസികൾ രാജ്യത്തെ നിയമത്തിന് മുകളിലാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതിനാൽ തന്നെ നിയമങ്ങൾ ലംഘിച്ചാൽ രാജ്യം വിടേണ്ടി വരും. ഇങ്ങനെ ഒരു കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ഉപഭോക്താക്കളുടെ ഡേറ്റ മെറ്റയുമായി പങ്കിടുന്നതിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 213 കോടി രൂപ പിഴശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത മെറ്റയും വാട്സ്ആപ്പും നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി കമ്പനികളെ രൂക്ഷമായി വിമർശിച്ചത്. ഇനി സർക്കാരിന്റെ വാദം കൂടി നമുക്കൊന്ന് നോക്കാം. വ്യാജ വാർത്തകൾ തടയണം. കലാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് കണ്ടെത്തണം. രാജ്യസുരക്ഷയാണ് സ്വകാര്യതയേക്കാൾ വലുത്. എന്നാൽ സന്ദേശങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് സ്വകാര്യ പ്ലാറ്റ്ഫോം അല്ലാതാകുമെന്നാണ് വാട്സ്ആപ്പിന്റെ വാദം. ഓരോ സന്ദേശവും നിരീക്ഷിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇന്ത്യയിൽ മാത്രം ഈ മാറ്റം വരുത്തുന്നത് പ്രായോഗികമല്ലെന്നും കമ്പനി പറയുന്നുണ്ട്. വാദപ്രതിവാദങ്ങളെല്ലാം ചൂടുപിടിക്കുമ്പോഴും വിഷയത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നതാണ് സത്യം. ഇതിൽ ആദ്യത്തേത്, പെട്ടെന്നൊരു ദിവസം വാട്സ്ആപ്പ് രാജ്യം വിട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതാണ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ: കോടിക്കണക്കിന് ആളുകളുടെ ആശയവിനിമയം തടസ്സപ്പെടും. കൂടാതെ ചെറുകിട വ്യാപാരികൾ മുതൽ വൻകിട കമ്പനികൾ വരെ വാട്സ്ആപ്പ് ബിസിനസിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ തീരുമാനം അവരെ പ്രതികൂലമായി ബാധിക്കും. നിയമം നടപ്പിലാക്കിയാൽ തങ്ങളുടെ ഓരോ സന്ദേശവും നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭയം ജനങ്ങളിലുണ്ടാകും. സാങ്കേതിക വിദ്യയും നിയമവും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി തന്നെ മുൻപ് വിധിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യസുരക്ഷയും പ്രധാനമാണ്. ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിലായിരിക്കും വാട്സ്ആപ്പിന്റെ ഇന്ത്യയിലെ ഭാവി.